ഞാനല്ല എന്നെ നിയന്ത്രിക്കുന്നത്, എൻ്റെ നിയന്ത്രണം മുഴുവൻ പ്രപഞ്ചമാണ്. നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, നമ്മളുടെ കുട്ടിയെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, എൻ്റെ ധർമ്മപത്നിയെ ഞാൻ തിരഞ്ഞെടുത്തതല്ല, എൻ്റെ ഈ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തതല്ല. ദാമ്പത്യ ജീവിതം എത്ര നല്ലതാണെങ്കിലും വീണ്ടും നമുക്ക് ഇതേ സുഖത്തിൽ കൂടെ പോകണമെങ്കിൽ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. പക്ഷേ ഈ ആത്മസുഖം എന്ന് പറയുന്നത് ഒരൊറ്റ പ്രാവശ്യമേ കിട്ടിയുള്ളൂ. ആ സുഖം ഇന്നും നിൽക്കുകയാണ്. വർഷം എത്ര കഴിഞ്ഞിട്ടും ഇത് ഞാനിവിടെ വെറുതെ കണ്ണടച്ചപ്പോൾ ഒരു സ്വപ്നം പോലെ എൻ്റെ മനസ്സിൽ കാണുക. മിനിറ്റുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മണിക്കൂറിന് മുമ്പ് ഞാൻ ധ്യാനത്തിൽ കണ്ട സാധനം ഞാൻ താഴെ ചെന്നപ്പോൾ സംഭവിച്ചില്ലേ? ഈ ഒരു അനുഭവം മതി എൻ്റെ ജീവിതത്തിൽ ഉടനീളം. 8 വയസ്സുള്ള ഒരു കൊച്ചു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇത് ഭാരതമായതുകൊണ്ടാണ് ഇത് ലോകമെന്ന് അറിയാത്തത്. ഇത് ആ കുട്ടി എഴുതിയതല്ല. ആ കുട്ടി പേന പിടിച്ചാൽ മതി, തന്നെ എഴുതിക്കൊണ്ട് പോകുള്ളൂ. സ്പിരിച്വാലിറ്റിയിൽ വ്യക്തിക്ക് പ്രാധാന്യമില്ല. ഞാനൊരു ഗുരുവാണ്, എനിക്കല്ല പ്രാധാന്യം, ഗുരു തത്വത്തിനാണ് പ്രാധാന്യം. ഞാനൊരു ധർമ്മിഷ്ഠനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പാവങ്ങളെ പറ്റിച്ച് ജീവിച്ചാൽ പിന്നെ എനിക്ക് ധർമ്മമുണ്ട്. നമ്മൾ അധർമ്മത്തിലൂടെ എന്ത് സമ്പാദിച്ചാലും രാവണൻ എത്രമാത്രം ശക്തിവാനായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പുരാണത്തിലൂടെ അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ പരശുരാമൻ ജനിച്ച കാലം മുതൽ ത്യാഗത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. ഹിസ്റ്ററി വേറെയാണ്, പുരാണങ്ങൾ വേറെയാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേ സാധനങ്ങളാണ്. ഗുരുജി, അങ്ങയുടെ ഒരു സ്പിരിച്വൽ കാലഘട്ടം അല്ലെങ്കിൽ ആത്മീയതയിലേക്കുള്ള ഒരു കാലഘട്ടം, ഒരുപാട് വഴിത്തിരിവുകൾ അങ്ങ് തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങയുടെ ശിഷ്യന്മാർ പറയുന്ന അവരുടെ അത്ഭുത തലങ്ങൾ, മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും അങ്ങയുടെ ജീവിതത്തിലും ഉണ്ടായിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അങ്ങേക്ക് ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ജീവിതത്തിലെ അത്ഭുതകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ അത്ഭുതം എന്നല്ല പറയണേ, ഒരു ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരനുഭവം എൻ്റെ തന്നെ അനുഭവങ്ങളാണ്. കാരണം ഞാനല്ല എന്നെ നിയന്ത്രിക്കുന്നത്, എൻ്റെ നിയന്ത്രണം മുഴുവൻ പ്രപഞ്ചമാണ് നടത്തുന്നത്, അല്ലെങ്കിൽ എൻ്റെ നിയന്ത്രണം പ്രപഞ്ചത്തിൻ്റെ കയ്യിലാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തരുന്ന അനേക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ കിടക്കുന്നുണ്ട്. ഞാൻ ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് പറിച്ചു നട്ടത്, എൻ്റെ ജീവിത സാഹചര്യം കേരളത്തിൽ തുടങ്ങിയത്, ഞാൻ അതിൽ നിന്ന് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക്, അതായത് ഈ മെഡിറ്റേഷൻ ക്ലാസ് തുടങ്ങുന്നത്, അവിടെ നിന്ന് വന്ന് ഇന്ന് എൻ്റെ പുൽപ്പള്ളിയിലെ ആശ്രമത്തിലേക്ക് എത്തുന്ന വരെയുള്ള ഓരോ കാലഘട്ടത്തിൻ്റെയും തീരുമാനങ്ങൾ എടുത്തതൊന്നും ഞാനല്ല. പ്രപഞ്ചം അവിടെ ഇരുന്ന് തീരുമാനിക്കുകയാണ്, എന്നെ കൊണ്ട് അതിലേക്ക് വേണ്ടി നയിക്കുകയാണ് ചെയ്യണത്. ഞാൻ പോലും അറിയാതെ എന്നെ അവിടെ കൊണ്ടുപോയി എത്തിക്കുകയാണ്. ഇതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമുള്ളൊരു കാര്യം. കാരണം പ്രപഞ്ചം അത്രമാത്രം കരുതലോടെയാണ് നമ്മൾ ഓരോ വ്യക്തികളെയും ഈ ഭൂമിയിലേക്ക് വിടുന്നത്. നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, നമ്മളുടെ കുട്ടിയെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, എൻ്റെ ധർമ്മപത്നിയെ ഞാൻ തിരഞ്ഞെടുത്തതല്ല, എൻ്റെ ഈ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തതല്ല. പിന്നെ ഇതെല്ലാം പ്രപഞ്ചം ഒരു വര വരച്ചിട്ടുണ്ട്, അതിലൂടെ ഞാനിങ്ങനെ വെറുതെ യാത്ര ചെയ്യും. ആ വര എന്തിനാണ് വരച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു കുടുംബത്തിൽ ജനിച്ചു, അവിടെ നിന്ന് ഞാൻ പഠിക്കാനുള്ളത് പഠിച്ചു. ആ ഓർബിറ്റിൽ നിന്ന് എന്നെ തിരിച്ച് ബോംബെയിൽ കൊണ്ടുവിട്ടു. ബോംബെയിൽ നിന്ന് ഞാൻ പഠിക്കാനുള്ളത് പഠിച്ചു. സമയമായപ്പോൾ എനിക്ക് വിവാഹം ചെയ്യേണ്ട, എൻ്റെ ധർമ്മപത്നി ആവേണ്ട വ്യക്തിയെ എന്നെ പരിചയപ്പെടുത്തി തന്നു. ഞാൻ അവരിലൂടെ ഒരു സ്ത്രീ എന്താണെന്ന് മനസ്സിലാക്കി. ഞങ്ങളുടെ ജീവിതം വീണ്ടും ബോംബെയിൽ ഒരുമിച്ച് തുടങ്ങി. ഒരു ബിസിനസ് നടത്തി, ബിസിനസ്സിലൂടെ എങ്ങനെ ജീവിക്കാം, എങ്ങനെ അതിൻ്റെ നല്ല തലങ്ങൾ അനുഭവിക്കാം, ഇതെല്ലാം നമ്മൾ ജീവിച്ച് നമ്മൾ സ്വയം അനുഭവിക്കുകയാണ്. ഇതിന് ശേഷം ഒരു തലം എത്തിയപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ ഉയർന്ന തലത്തിലേക്ക് എത്തി. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി ഈ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരവസ്ഥ എന്ന് പറയുന്ന എൻലൈറ്റ്മെൻ്റാണ്. മറ്റൊന്നിലും നമുക്ക് ഈ സന്തോഷം കിട്ടില്ല. നല്ല ഭക്ഷണം കഴിച്ചാൽ വീണ്ടും നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം. ദാമ്പത്യ ജീവിതം എത്ര നല്ലതാണെങ്കിലും വീണ്ടും നമുക്ക് ഇതേ സുഖത്തിൽ കൂടെ പോകണമെങ്കിൽ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ ഈ ആത്മസുഖം എന്ന് പറയുന്നത് ഒരൊറ്റ പ്രാവശ്യമേ കിട്ടിയുള്ളൂ. ആ സുഖം ഇന്നും നിൽക്കുകയാണ്. വർഷം എത്ര കഴിഞ്ഞിട്ടും അതിനൊരു ഇഞ്ച് പോലും താഴേക്ക് പോവാതെ. ആ സുഖത്തിൽ നിന്നിട്ടുള്ള ജീവിതത്തിന് പിന്നെ എന്നും മധുരം കൂടുകയുള്ളൂ, അതിമധുരമാണ്. നമ്മൾ ജീവിതം ശരിക്കും നിസ്വാർത്ഥമായിട്ട് മാറി. ഇപ്പം നമുക്ക് കിട്ടുന്നതെല്ലാം പ്രപഞ്ചം നൽകുന്ന ഒരു ഭാഗ്യമാണെന്ന് നമുക്കറിയാൻ പറ്റുന്നു. അങ്ങനെ ഇൻഡ്യൂഷൻ പവർ വരുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ അങ്ങ് ഇതിലേക്ക് വരുന്നൊരു സാഹചര്യം, അപ്പോൾ അങ്ങ് തന്നെ വിചാരിച്ചാണല്ലോ ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുന്ന ചില സന്ദർഭങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് നമുക്ക് അതിശയം തോന്നുന്നതല്ല ചെയ്യണത്. റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്.
ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലുള്ളൊരു എക്സ്പീരിയൻസ് പറയാം. ഞാനിവിടെ ഈ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന് അറിയാതെ കണ്ണടച്ച് ധ്യാനിക്കുകയാണ്. ധ്യാനിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ധ്യാനത്തിൽ കാണുന്നത് ഒരു പടവ് ഇങ്ങനെ തെന്നി ഞാൻ വീഴുകയാണ്. വീണിട്ട് എൻ്റെ മുഖം ചെന്ന് നിൽക്കുന്നത് ഒരു നമ്പർ പ്ലേറ്റിലാണ്. ആ നമ്പർ പ്ലേറ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് എൻ്റെ തന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റാണ്. അപ്പം ഞാനാണെന്നും ബോധ്യപ്പെട്ടു. ഇത് ഞാനിവിടെ വെറുതെ കണ്ണടച്ചപ്പോൾ ഒരു സ്വപ്നം പോലെ എൻ്റെ മനസ്സിൽ കാണുകയാണ്. ഞാൻ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ സ്റ്റെപ്പ് അവിടെ വെള്ളം അഴിച്ച് കഴുകിക്കൊണ്ടിരിക്കുക. എങ്ങനെ ധ്യാനത്തിൽ കണ്ടോ അതുപോലെ തന്നെ ഞാൻ തെന്നി അവിടെ വീണു. എൻ്റെ തല ചെന്ന് നിൽക്കണം നമ്പർ പ്ലേറ്റിൻ്റെ അവിടെയാണ്. അപ്പോൾ മിനിറ്റുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മണിക്കൂറിന് മുമ്പ് ഞാൻ ധ്യാനത്തിൽ കണ്ട സാധനം ഞാൻ താഴെ ചെന്നപ്പോൾ സംഭവിച്ചില്ലേ? അപ്പം നമ്മൾ മുൻകൂട്ടി കാണിച്ചു തരും എന്നുള്ള സത്യമാണ്. ഞാൻ അതിന് പ്രിക്വേഷൻ ഒന്നും എടുത്തില്ല. എന്നെ മുൻകൂട്ടി എന്നെ കാണിച്ചു തന്നല്ലേ. അപ്പം ഞാൻ തീരുമാനിക്കാമായിരുന്നു അവിടെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ തെന്നി വീഴുന്നു, അല്ലെങ്കിൽ വെള്ളം കിടക്കണം കണ്ടുകൊണ്ട് ഞാനൊന്ന് സ്റ്റോപ്പായാൽ മതി. ഈ ഒരു അനുഭവം മതി എൻ്റെ ജീവിതത്തിൽ ഉടനീളം ധ്യാനത്തിൽ കാണിക്കുന്ന സത്യമാണെന്ന് മനസ്സിലാക്കാൻ, അല്ലേ? അതെ. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രിക്വേഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നിസ്വാർത്ഥനായാൽ ബാക്കി എല്ലാം പ്രപഞ്ചമാണ് തീരുമാനിക്കുന്നത്. ഓരോ പ്രാവശ്യവും ഇതിങ്ങനെ കാണിച്ചു തരണം നമുക്ക്, ഇങ്ങനെയാണ് പ്രപഞ്ചം നമ്മളോട് പെരുമാറണമെന്ന് മനസ്സിലാവാൻ. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ മാത്രം അനുഭവിച്ചാൽ നിങ്ങൾക്കതൊരു കഥയാണ്. തീർച്ചയായിട്ടും അതിശയിപ്പിക്കുന്ന അനേക സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു, ഓർത്തെടുക്കാൻ കഴിയുന്നു. പിന്നെ അനേകമുണ്ട്. പെട്ടെന്ന് മനസ്സിലായി. ഇപ്പം അമിത തടി കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം, അവരുടെ തടി മാറി നോർമലായി. നടക്കാൻ പറ്റാതെ മുട്ടിന് തേയ്മാനം വന്നിട്ട് വിഷമിക്കുന്ന കുടുംബം, കിഡ്നി മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാൻ പറ്റില്ല, 3 ദിവസം കൂടുമ്പോൾ മാത്രമേ കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു കുടുംബം. അപ്പോൾ എത്രമാത്രം വിഷമിച്ചു എന്ന് ആലോചിക്കണം. അവർ വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവരുടെ കഴുത്തിൽ കിടന്നിരുന്ന ഈ മാല, ഇത് വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഗുരുജി ദൈവത്തിന്, പക്ഷെ എൻ്റെ ഭർത്താവിൻ്റെ വിഷമം ഒന്ന് മാറിയാൽ മതി എന്ന് പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് അവർക്ക് കഞ്ഞി എല്ലാ ദിവസവും കുടിക്കാറായി. അവരെനിക്ക് മാല തന്നോ? ഞാൻ മാല ചോദിച്ചോ? ഇല്ല. അവരുടെ ആ ആഗ്രഹ പൂർത്തീകരണം നടന്നപ്പോൾ പിന്നെ അവർക്ക് അടുത്ത ആഗ്രഹമായി, അവർ പോയി. അവരുടെ കിഡ്നിയുടെ പ്രോബ്ലം ആയിരുന്നു. കാരണം അവർക്ക് പ്രോട്ടീൻ ലീക്കേജസ് ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കഴിച്ചാൽ അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇത്തിരി ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഗ്യാസ് കയറുന്ന പോലെ, ഛർദ്ദിക്കാൻ വരുന്ന പോലെ, പിന്നെ പ്രോട്ടീൻ ലീക്കേജ് വന്നു. അങ്ങനെ അനേക പ്രശ്നങ്ങളായതുകൊണ്ട് ആ മനുഷ്യന് കിഡ്നി മാറ്റി വയ്ക്കലേ ഇനി മാർഗമുള്ളൂ, വേറെ മാർഗമില്ല. അങ്ങനെ ഇരിക്കുന്ന സ്റ്റേജിലാണ് എവിടെന്നോ വീഡിയോ കണ്ട് നമ്മുടെ മുന്നിലെത്തിയത്. ഇതൊക്കെ അതിശയിപ്പിക്കുന്നതല്ല, ഇതൊക്കെ സത്യമായിട്ടുള്ളതാണ്. എങ്ങനെയാണ് അയാളുടെ രോഗം മാറ്റാൻ കഴിഞ്ഞത്? ഇത് രോഗം ഇങ്ങനെ കാണിച്ചല്ല മാറ്റണത്, ഞാൻ അതിൻ്റെ വിദ്യ പറഞ്ഞു കൊടുക്കും. ആ വിദ്യയിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ സയൻസ് ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത്? ഒരു വ്യക്തി രോഗവുമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റഡ് റിസൾട്ടിനനുസരിച്ച് ഈ ഡോക്ടർക്ക് കിട്ടിയിട്ടുള്ള ബുദ്ധിയിൽ തോന്നുന്ന മരുന്നുകൾ എഴുതി കൊടുത്ത് അതിലൂടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയി ആ വ്യക്തിയുടെ അസുഖത്തിന് ഒരു പരിണിത ഫലം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ മരുന്ന് കണ്ടുപിടിച്ച ഡോക്ടറാണോ? അല്ല. അത് ടെക്നീഷ്യൻസ് കണ്ടുപിടിച്ച മരുന്നിനെ അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഈ മരുന്നാണ് എഴുതേണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഡോക്ടറാണോ? അല്ല. അത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ടാണ് പറയണത് ഈ മരുന്നാണ് ഈ അസുഖത്തിന് കൊടുക്കേണ്ടതെന്നുള്ളത്. ഇന്ന മെഷീനിലൂടെ കടത്തിവിട്ടാൽ ഇന്ന അസുഖത്തെപ്പറ്റി അറിയാമെന്ന് പഠിച്ചത് ഈ ഡോക്ടറാണ്? അല്ല. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഇവിടെ ഒരൊറ്റ ആളുകൾ. എനിക്കൊരു മെഷീനില്ല, ഒരു മരുന്ന് കൊടുക്കാൻ ആളില്ല, ഒരു എക്യുപ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഒരാൾ വരുന്നു, അവരോട് പറയും നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങളുടെ അസുഖം എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരും, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പ്രപഞ്ചം തരും. ഇതാണ് നമ്മുടെ പുരാതന കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. എനിക്കിത് ബിസിനസ് ആക്കാനാണെന്നുണ്ടെങ്കിൽ 5 സ്റ്റാർ ഹോസ്പിറ്റൽ പോലെ ഇത് ആക്കുക. പൈസ മുടക്കാനുണ്ട്, പൈസ കിട്ടുകയും ചെയ്യും. എന്നിട്ട് ആളുകൾക്ക് ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡിലൂടെ ഇതിനെയാണ് കൊണ്ടുപോകുക. അപ്പോൾ ഇത് ആളുകൾക്ക് കുറച്ചുകൂടെയും വിശ്വാസ്യത വരും, ലോകം പെട്ടെന്ന് ഇത് അംഗീകരിക്കും, ഇതിനെ വേറൊരു ബിസിനസ്സായിട്ട് മാറുകയാണ്. എനിക്കിത് ബിസിനസ്സല്ല, ആത്മീയതയെ ബിസിനസ്സാക്കാൻ പറ്റില്ല. ആത്മീയത എന്ന് പറയുന്നത് നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത് സ്പിരിച്വാലിറ്റി. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന ആസ്ട്രൽ ട്രാവലിംഗ്, ആസ്ട്രൽ ട്രീറ്റ്മെൻറ്റ്, ഇപ്പം ഞാനൊരു ഇംഗ്ലീഷ് ടെക്സ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ പുസ്തകം വെറും 8 വയസ്സുള്ളൊരു കൊച്ചെഴുതിയ പുസ്തകമാണ്. പേജുകൾ എത്രയുണ്ട്? 253 പേജുണ്ട്.
8 വയസ്സുള്ള ഒരു കൊച്ച് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇത് ഭാരതമായതുകൊണ്ടാണ് ഇത് ലോകമെന്നറിയാത്തത്. ഇത് വിദേശത്താണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു വ്യക്തി 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഒരു ബുക്ക് എഴുതാൻ? അതാണ്, ഇത് ആ കുട്ടി എഴുതിയതല്ല. ആ കുട്ടി പേന പിടിച്ചാൽ മതി, തന്നെ എഴുതിക്കൊണ്ട് പോകുള്ളൂ. അതിൻ്റെ ചിത്രം മുതൽ എല്ലാ സാധനവും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ കുട്ടി എഴുതിയതിനെ അതിനെ പുസ്തകമാക്കി മാറ്റിയേക്കണം. അതിൻ്റെ എല്ലാ പ്രൂഫും അവരുടെ കയ്യിലിരിപ്പുണ്ട്. 8 വയസ്സുള്ള ഒരു കൊച്ചൊരു പുസ്തകം എഴുതി എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എത്രമാത്രം കഴിവുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. തീർച്ചയായിട്ടും അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് ലോകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത് നമ്മളുടെ ധർമ്മമാണ്, നമ്മളുടെ മീഡിയ ധർമ്മമാണ്. ഇവിടെ എങ്ങനെയല്ല കാണേണ്ടത്. ഇത്രയും വലിയൊരു കാര്യം ലോകത്തെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കുട്ടിയുടെ കഴിവിനെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഇത് പണ്ട് മുതലേ വിദേശ ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരൊരു സാധനം കണ്ടുപിടിച്ചാൽ അവർക്കതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നറിയാം, അത് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് അവർക്കറിയാം. അതൊരു അതിശയ വസ്തുവാക്കി ലോകത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തി ഏറ്റവും സെല്ലിംഗ് ബുക്കാക്കി മാറ്റിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടുള്ള നേട്ടം ആർക്കാണെന്നറിയാം? ഒരുമിച്ചുള്ള നേട്ടമാണ്, രാജ്യത്തിനാണ് അതിൻ്റെ നേട്ടം, അല്ലേ? വിദേശത്ത് നിന്ന് പൈസ വരുന്ന ഈ രാജ്യത്തിനല്ലേ? അതെ. സ്പിരിച്വാലിറ്റി ഇവിടെ നന്നായി കഴിഞ്ഞാൽ രാജ്യത്തിനല്ലേ നേട്ടം? തീർച്ചയായിട്ടും. എനിക്കൊന്ന് ഇന്ന് നാട്ടിലുള്ള ആളുകളെക്കാളും കൂടുതൽ ഇത് തേടി വിടുന്നത് വിദേശത്തുള്ള ആളുകളാണ്. വിദേശത്ത് നിന്ന് തന്നെയാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇതിനെ സർക്കാർ സ്പിരിച്വൽ ടൂറിസം ആക്കി മാറ്റണം. സ്പിരിച്വൽ ടൂറിസം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, $1 മില്യൺ ബിസിനസ്സാണത്. ഇപ്പോൾ വയനാട്ടിലാണ് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയ ഭൂമി. വാത്മീകി 12,000 വർഷം തപസ് ചെയ്ത ഗുഹയും അവിടെ തന്നെയാണ്. സീതാദേവി ഭൂമി പിളർന്ന് താഴേക്ക് ഇറങ്ങിപ്പോയ സ്ഥലവും അവിടെ തന്നെയാണ്. ഹനുമാൻ ഭഗവാൻ സീതയ്ക്ക് കാവലിരുന്ന ഭൂമിയും അവിടെ തന്നെയാണ്. ഇത്രയും വലിയൊരു പുണ്യഭൂമി കടന്നിട്ട് ഇതൊന്ന് സ്പിരിച്വൽ ടൂറിസം ആക്കിയെന്നിരിക്കട്ടെ, കുംഭമേള നടക്കുന്ന പോലെ ആൾക്കാർ ഭൂമി കേരളത്തിൽ വരാൻ തുടങ്ങും. അത് തീർച്ചയായിട്ടും ഇല്ലേ? നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് ഒന്ന് പോകും, മൈസൂരിൽ. അവിടെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കണേന്ന് നിങ്ങൾ നോക്കുക. അവിടെ മൈസൂർ പാലസ് എന്ന് പറഞ്ഞ പാലസ് ഉണ്ട്. ആ പാലസിലേക്ക് വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനുമായിട്ടുള്ള പലതരത്തിലുള്ള ആൾക്കാർ അവിടെ വിസിറ്റിന് വരുന്നുണ്ട്. ശബരിമലയിൽ വരുന്ന തിരക്ക് പോലെയാണ് അവിടെ ഒരു ദിവസം തിരക്ക്. എന്താ ആളെന്നറിയോ? അതിനോടനുബന്ധിച്ച് ആ നാട്ടിൽ മുഴുവൻ, മൈസൂർ മുഴുവൻ ബിസിനസ്സാണ്. അവിടെ ഹോട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീടിനേക്കാൾ കൂടുതൽ ഹോട്ടലുണ്ട്. ഒരു ഹോട്ടൽ അടുത്ത ഹോട്ടൽ, ഇങ്ങനെ ഹോട്ടലുകളാണ്. കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഹംപി, അപ്പുറം മാറിക്കഴിഞ്ഞാൽ എന്തെല്ലാം സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടാക്കിയേക്കുന്നത്. സ്പിരിച്വാലിറ്റിക്ക്, ഭക്ഷണത്തിനല്ല പ്രാധാന്യം. ഇതേ സാധനം ഇവിടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് കേരളത്തിൽ മുഴുവൻ കാണുന്ന തീറ്റ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഭക്ഷണപ്രാന്തന്മാരാണ്. ഇവിടെ ഒരു സർക്കാർ, കേപ്പബിളുള്ള ഒരു സർക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ ടൂറിസത്തിന് ഏറ്റവും നല്ല സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റി മനുഷ്യൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതെന്താണെന്ന് അറിയാൻ, അതിനെ പരിചയപ്പെടുത്തുന്ന സ്ഥാപനത്തോടൊപ്പം അതിനൊരു ടൂറിസമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ വരുമാനം എത്രയായിട്ട് മാറുന്നറിയും? വലിയ മാറ്റമായിരിക്കും. ഭയങ്കര. നമ്മൾ എന്തെങ്കിലും ഒരു എഫർട്ട് എടുത്തിട്ട് അതിന് വരുമാനം ഉണ്ടാക്കേണ്ടത്. ഇന്ന് രാജ്യത്തിൻ്റെ വരുമാനം എന്താ? നമ്മൾ 4 വണ്ടി മേടിക്കുമ്പോൾ 5ാമത്തെ വണ്ടിയുടെ കാശ് സർക്കാരിനാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്? ഇല്ല. പൊതുജനങ്ങൾ ചിന്തിക്കണം. നമ്മളൊരു 4 വണ്ടി, ഒരു 4 ബെൻസ് കാറ് 4 പേര് മേടിച്ച് കഴിഞ്ഞാൽ 5ാമത്തെ ബെൻസ് കാറിൻ്റെ മുഴുവൻ കാശും സർക്കാരിന് കിട്ടുകയാണ്. ഒരു മാരുതി 800 ആണെങ്കിലും 4 പേര് മേടിച്ചാൽ 5ാമത്തെ മാരുതി 800ൻ്റെ കാശ് സർക്കാരിനാണ്. 10 പേര് സ്ഥലം മേടിച്ചാൽ 11ാമത്തെ ആളുടെ സ്ഥലത്തിൻ്റെ കാശ് മുഴുവൻ സർക്കാരിന് കിട്ടുകയാണ്. ഒരു വീട് പണിതാൽ അതിൻ്റെ ബിൽഡിംഗ് ടാക്സ്, അതിൻ്റെ സൂപ്പർ ടാക്സ് അല്ലാത്തതൊക്കെ ആയിട്ട് നമുക്ക് സർക്കാരിന് കിട്ടുകയാണ്. സർക്കാരിന് കിട്ടുന്ന വരുമാനം എത്രയാണ്? ഒരു പണിയും ചെയ്യാതെ കോടാനുകോടി വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിന്. നമ്മളൊരു വസ്തു മേടിക്കുമ്പോൾ GST ആയിട്ട് കിട്ടണം. പക്ഷെ അത് തന്നെയല്ലേ പിന്നീട് സർക്കാർ ഇവിടെ ഓരോ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. എന്ത് വികസനമാണ്? എനിക്കോ നിങ്ങൾക്കോ ഒരു വികസനം നടക്കുന്നു പേഴ്സണലായിട്ട് പറ. റോഡ് ഉണ്ട് എന്ന് പറഞ്ഞ റോഡില്ല. ജീവിച്ചിരിക്കുന്ന ചത്തതിന് തുല്യമേ എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന അവസ്ഥയാണ്. നമുക്കിവിടെ ഒരു ഫെസിലിറ്റിയും ഇല്ല. ഇതല്ല ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഫെസിലിറ്റി എന്നാൽ പിന്നെ ഇതിന് ആളുകൾ വിദേശത്തേക്ക് ടൂറിന് പോകണം. ഇവിടുത്തെ ഹോസ്പിറ്റൽ നല്ലതാണെന്ന് പറയും, എന്നിട്ട് എല്ലാവരും ട്രീറ്റ്മെൻറ്റിന് വെളിയിൽ പോകും. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ശരിയല്ല. പക്ഷെ ഇന്ന് കാലങ്ങൾക്കപ്പുറത്തേക്കുള്ള മാറ്റങ്ങളില്ലേ? റെയിൽവേ ആണെങ്കിലും മെട്രോ ആണെങ്കിലും മറ്റ് റോഡുകളാണെങ്കിലും ഹൈവേ ആണെങ്കിലും മാറ്റമല്ല.
ശരിയായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ വരുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങി. എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ എനിക്ക് അവിടെ നിന്നാണ് കണക്ടിവിറ്റി വേണ്ടത്. എങ്ങോട്ടേക്ക്? മെട്രോ. അവിടെ നിന്ന് വേണം. മെട്രോയ്ക്ക് ഞാൻ അടുത്ത ബസ് പിടിക്കണം. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഈ എയർപോർട്ട് ഇത്തിരി കുഴപ്പമില്ല, ഇവിടെ നിന്ന് നമുക്ക് മുമ്പിൽ തന്നെ ടാക്സി കിട്ടും. മെട്രോ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് കിട്ടൂല. ഇതൊന്നും തമ്മിലൊരു കണക്ടിവിറ്റി ഇല്ല. പിന്നെ എന്തൊരു സിസ്റ്റം ഉണ്ടാക്കിയെന്നാണ് പറയണത്. അതെ, നമുക്ക് വില്ലേജിൽ പോയി കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ ഇതെല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയ എന്ന് പറയുന്ന സെൻ്റർ ഉണ്ട്. അക്ഷയ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നമ്മൾ കാശ് കൊടുത്ത് ആധാരം ചെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഓഫീസർക്ക് അറിയാം നമ്മൾ ആ സ്ഥലത്തിന് കൊടുത്ത ടാക്സ് എത്രയാണെന്ന്, ആ ഭൂമിക്ക് എന്ത് വിലയുണ്ടെന്ന്. ഇതിനൊക്കെ ഗവൺമെൻറ് ഒരു നിശ്ചിത വില നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ മേടിച്ച ഭൂമിക്ക് വില കുറവ് കാണിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും തടഞ്ഞു വയ്ക്കുക. എല്ലാത്തിൻ്റെയും അധർമ്മത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. സിസ്റ്റം ഇപ്പോഴും പ്രോപ്പറല്ല. ഞാൻ ഇവിടുത്തെ കാര്യം തന്നെയാണ് പറയുന്നത്, ലോകം മുഴുവനുള്ള കാര്യമല്ല. നമുക്ക് ഈ രാജ്യം ഒന്ന് മാറി അടുത്ത രാജ്യത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോപ്പർട്ടി മേടിക്കണമെങ്കിൽ നമുക്ക് സ്ഥലം പോലും പോയി കാണണ്ട. അഡ്വക്കേറ്റ് അത് മുഴുവൻ ചെയ്തു തരും. നമ്മളത് അറിയേ വേണ്ട. ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളെ അങ്ങേക്ക് തിരിച്ചറിയാൻ കഴിയും? അനേക മാറ്റങ്ങൾ നമ്മൾ അറിയേണ്ടത്. ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഭാരതം അടിമുടി മാറാൻ പോവാണ്. അതിൻ്റെ കാരണം സ്പിരിച്വാലിറ്റി തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഈ കേരളത്തിൽ സ്പിരിച്വാലിറ്റിയെ അംഗീകരിച്ചോ മാറ്റം വരും. കേരളം സ്പിരിച്വാലിറ്റി അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ മാറ്റം വരില്ല. അതിനൊരു പ്രധാന കാര്യം പറയാം. നാരി ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ? സ്ത്രീയെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ? ഇന്ന് ഭൂരിഭാഗവും കേരളത്തിലെ സ്ത്രീയെ ബഹുമാനിക്കുന്നില്ല. ശരിയാണോ? അതെ. അപ്പോൾ പിന്നെ തീർന്നില്ലേ സ്പിരിച്വാലിറ്റി ഇല്ല എന്നുള്ളതിൻ്റെ? എവിടെയെല്ലാം സ്ത്രീകളെ പൂജിക്കപ്പെടുന്നോ അവിടെയെല്ലാം ഐശ്വര്യം വന്നു ചേരുന്ന പറഞ്ഞു. അല്ലാത്തിടത്തൊക്കെ അനൈശ്വര്യമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ത്രീയെ പൂജിക്കപ്പെടണമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം? അമ്മയിൽ, സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങണം. ഈ അമ്മയെപ്പോലും ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ സീതാദേവിയെ പൂജിച്ചു തുടങ്ങണം. സീതാദേവി ഭൂമി പിളർന്നു പോയത് പുൽപ്പള്ളിയിലാണ്, അല്ലേ? ലവകുശന്മാർക്ക് ജന്മം നൽകിയതും പുൽപ്പള്ളിയിലാണ്. രാമന് ക്ഷേത്രമുണ്ട്. സീതയെ ആരെങ്കിലും പൂജിക്കണ്ടോ? ഇല്ല. ത്യാഗത്തിൻ്റെ മൂർധന്യ ഭാവമാണ് സീതാദേവി എന്ന് പറയുന്നത്. സീതാദേവി എന്താണെന്ന് ഓരോ സ്ത്രീയും അറിയാൻ ശ്രമിച്ചാൽ ഓരോ കുടുംബത്തിലും മാറ്റം ഉണ്ടാകും. കാരണം അവർ ജീവിതം കല്യാണം കഴിച്ചതേ ഭർത്താവിൻ്റെ കൂടെ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ജീവിച്ചത്. വനവാസത്തിന് പോയി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് രാവണൻ തട്ടിക്കൊണ്ടുപോയി. രാവണൻ അവിടെ ബെൻസ് കാർ മേടിച്ചിട്ടെന്ന് പറഞ്ഞ രീതിയിൽ വെറുതെ സീതാദേവിയെ മരത്തിൻ്റെ ചോട്ടിൽ പൂട്ടിയിട്ടേക്കാറുണ്ട്. അവിടുന്ന് രക്ഷപ്പെടുത്ത് വീണ്ടും രാജകൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആളുകളുടെ പരദൂഷണവും ദുഷിപ്പും കേൾക്കാൻ വയ്യാതെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് തീരുമാനമെടുത്തു, ഇനി നമ്മൾ കുട്ടിക്ക് ജന്മം നൽകി ഈ കുട്ടിയെ വളർത്തുന്നതെങ്കിൽ ആശ്രമ പരിസരത്ത് മാത്രമേ പാറ്റുള്ളൂ. ആശ്രമ അന്തരീക്ഷമാണ് നല്ലത്. അങ്ങനെ വീണ്ടും ത്യാഗത്തിലേക്ക് പോകണം. അവർ ഒരുമിച്ച് ജീവിക്കല്ല ഇത്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തീരുമാനമെടുത്ത് ഭാര്യയെ ലക്ഷ്മണനൊപ്പം ഹനുമാന്റെ സംരക്ഷണത്തോടു കൂടി വയനാട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. ഈ വയനാട് ഇപ്പം ഉണ്ടായതാ. അത് മൈസൂർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പുഴയും കടന്ന മൈസൂരായി, ഇല്ലേ? ഇപ്പൊ കർണാടകയും വയനാടും തമ്മിൽ കേരളവും തമ്മിൽ ദൂരമൊന്നുമില്ല. ഇതേ വഴിക്കേ കൂടെ തന്നെയാണ് ടിപ്പു സുൽത്താൻ കയറി വന്നത്. രണ്ടുപേരും വന്ന് ഒരേ വഴിക്കാം. അത് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഇതും വിശ്വസിച്ചുകൂടെ? തീർച്ചയായിട്ടും. അപ്പൊ സീതാദേവിയെ ഇവിടുത്തെ ഭാരതത്തിലെ കേരളത്തിലെ സ്ത്രീകൾ എന്ന് ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ തുടങ്ങുന്നു. അതുപോലെ ഒരു സ്ത്രീ ആവാൻ വേണ്ടി ശ്രമിക്കുന്നു. കേരളം മാറ്റം വരും. പക്ഷേ ഇവിടെ ആർക്കും ഇപ്പം അതല്ല വേണ്ടത്. വിദേശ സംസ്കാരത്തെ മുഴുവനായിട്ട് ഇങ്ങോട്ട് കെട്ടിച്ചമച്ച് കൊണ്ടുവന്നേക്കുക. അത് എനിക്കത് സ്പിരിച്വാലിറ്റിയിൽ പോലും ആളുകൾ ഇപ്പോൾ പുറകെ പോകുന്നു. അത്ഭുതങ്ങൾക്ക് പുറകെയാണ്, അല്ലെങ്കിൽ വിദ്യകൾക്ക് പുറകെയാണ്, ശക്തികൾക്ക് പുറകെയാണ്. അതാണോ യഥാർത്ഥ സ്പിരിച്വാലിറ്റി? അല്ല. സിദ്ധികൾക്ക് പിന്നാലെ പോകുകയെന്ന് വെച്ചാൽ വ്യക്തികൾക്ക് പ്രാധാന്യം വന്നു. സ്പിരിച്വാലിറ്റിയിൽ വ്യക്തിക്ക് പ്രാധാന്യമില്ല. ഞാനൊരു ഗുരുവാണ്, എനിക്കല്ല പ്രാധാന്യം. ഗുരു തത്വത്തിനാണ് പ്രാധാന്യം. ഗുരുക്കന്മാരെന്ന് പറയുന്ന ഒരു മാലയിലെ അനേക മുത്ത് പോലുള്ളതിൽ ഒന്നാണ് ഒരു ഗുരു. ഞാനില്ലാതെ പോയാലും ഈ ഭൂമി ഇങ്ങനെ തന്നെ നിൽക്കും, ഗുരു തത്വം ഇങ്ങനെ തന്നെ നിൽക്കും. ഞാൻ ആ കണ്ണിയുടെ ഒരു ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. ഞാൻ പറയുന്നത്
ഈ ഗുരുതത്വം എന്താണെന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. ഞാൻ ഇവിടെ എന്തെങ്കിലും, പക്ഷെ ആളുകൾ അങ്ങയുടെ കൂടെ വരുന്നതും അങ്ങക്ക് ഒരു അത്ഭുത സിദ്ധി ഉണ്ട് എന്നൊരു തോന്നലല്ലേ, അല്ലെങ്കിൽ അങ്ങക്ക് ഇൻഡ്യൂഷൻസ് ഉണ്ട്, പവറുകളുണ്ട്, ശക്തികളുണ്ട് എന്നുള്ള തോന്നലല്ലേ? ഞാൻ ഒരിക്കലും അത്ഭുത സിദ്ധി കാണിക്കാറില്ല. അത് അവരനുഭവിക്കുന്ന അത്ഭുതം പോലെ അവരനുഭവിക്കുകയാണ്. ഞാൻ അവരെപ്പോഴും തെറ്റിൽ നിന്ന് ശരി തിരുത്തി കൊടുത്താൽ കൊണ്ടുപോകുന്നത്. ഞാൻ ഇൻഡിവിജ്വൽ ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിലാണ്. ഇത്രയും ആളുകൾ, 40-45 ആളുകൾ, 44,000 ചില്ലാൻ ആളുകൾ, കുടുംബം, ആളുകളല്ല, അത്രയും കുടുംബം എൻ്റെ അടുത്ത് വന്ന് മെഡിറ്റേഷൻ ചെയ്തെങ്കിലും ഒരു കുടുംബത്തെ പോലും ഞാൻ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യാത്തില്ല. എല്ലാവരെയും ഞാൻ ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമുണ്ട്, എല്ലാവരുടെയും പ്രശ്നത്തിന് പരിഹാരവും കിട്ടുന്നുണ്ട്. നമ്മൾ ശബരിമലയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകില്ലേ? അത് തിരക്ക് കൂടി കൂടി വരികയല്ലേ. എൻ്റെ അടുത്ത് വരുന്നവൻ പിന്നെ വരണ്ട, അവൻ്റെ പ്രശ്നം തീരുകയാണ്. എനിക്ക് നമ്പർ കൂടുന്നുള്ളൂ, ആളുകളുടെ തിരക്ക് എനിക്കില്ല. അങ്ങയുടെ ശക്തി കൊണ്ടാണോ അങ്ങയുടെ ശിഷ്യന്മാർക്ക് ഇത്തരത്തിലുള്ള ഇൻഡ്യൂഷൻസ് അല്ലെങ്കിൽ ഭാവി കാണാനുള്ളൊരു ശക്തി ലഭിക്കുന്നത്? പല ഇന്റർവ്യൂവിലും നോക്കിക്കഴിഞ്ഞാൽ അങ്ങയുടെ ശിഷ്യന്മാർ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ വന്നിട്ടുണ്ട്, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ദുരന്തം പ്രഖ്യാപിച്ച കുട്ടിയുടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഗണപതിയുമായിട്ട് ആഹാരം കഴിക്കുന്ന, അങ്ങനെ ഒരുപാട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം എനിക്ക് ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ദുബായിലാണ്, ഗുരുജി എനിക്കൊരു ഇത്തിരി പൈസ വേണമായിരുന്നു, അത്യാവശ്യമായിരുന്നു. നിങ്ങൾ എവിടെയാണ്? ഇപ്പോൾ ദുബായിൽ. ദുബായിൽ എവിടെയാണ്? ഇന്ന സ്ഥലത്ത്. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ഇന്ന ഷോപ്പിംഗ് മാളിൽ ചെല്ല്, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ട പൈസ തരും എന്ന് ഞാൻ പറയാന്നിരിക്കട്ടെ. ഇത് അത്ഭുത സിദ്ധിയാണോ? അല്ലല്ലോ. എനിക്ക് അവിടെ ഒരു കോണ്ടാക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ കോണ്ടാക്ട് അനുസരിച്ച് അവിടെ നിങ്ങൾക്ക് വേണ്ട കാര്യം നടത്തി തരികയാണ്. ഇതിന് അത്ഭുത സിദ്ധിയല്ല. പക്ഷെ അതുപോലെ അല്ലല്ലോ ഇപ്പോൾ ഒരാളുടെ അസുഖമാണെങ്കിലും ഒരാളുടെ സാമ്പത്തിക അടിത്തറയാണെങ്കിലും ഇതെല്ലാം അങ്ങനെയല്ലല്ലോ. ഇത് തന്നെയാണ്. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ സൂക്ഷ്മ ലോകത്തെ പറ്റിയിട്ട് ഐഡിയ ഇല്ല. അതായത് നിങ്ങൾക്ക് സൂക്ഷ്മ ലോകത്തെ പറ്റിയിട്ട് ഐഡിയ ഇല്ല. ഞാൻ ദിവസവും യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ഈ പറയുന്ന ദുബായ് എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് സൂക്ഷ്മ ലോകം. ഞാൻ എന്നും ധ്യാനത്തിൽ പോയി വന്നുകൊണ്ടിരിക്കുക. സൂക്ഷ്മ ലോകത്തിൽ എന്താണ് കിട്ടുന്നതെന്ന് എനിക്കറിയാം. അങ്ങക്ക് പണം വേണമെങ്കിൽ അങ്ങ് വെറുതെ ഇരുന്നാൽ മതിയോ? എനിക്ക് മതി. ഇവിടെ ഇരുന്ന് പൈസ എനിക്കെത്തും. ആരോടെങ്കിലും വിളിച്ച് പറയേണ്ടി വരത്തില്ലേ? എനിക്ക് ഡെഫിനറ്റ്ലി ഞാനൊന്ന് ചിന്തിച്ചേച്ചാൽ മതി. എനിക്ക് വേണ്ട ആളിഞ്ഞ് വിളിച്ചേച്ച് തന്നോളൂ. എനിക്ക് ചിന്തിച്ചാൽ പണം വരും. പക്ഷെ അതെങ്ങനെയാണ്? എനിക്ക് ചിന്തിക്കണ്ട, അങ്ങനെ ഒരു ആഗ്രഹം പോലും ഇപ്പൊ എനിക്കില്ല. ഇപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ആഗ്രഹിക്കേണ്ട വിശപ്പിന് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നെ മനസ്സിലാക്കുന്ന ഒരു സമൂഹം എൻ്റെ കൂടെയുണ്ട്. അവര് ബ്രഹ്മാർപ്പണം ചൊല്ലുമ്പോൾ തന്നെ ഞാനും അതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞു. മന്ത്രമാണ് ചൊല്ലണത് ഇല്ലേ? ഞാൻ പട്ടിണിയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രപഞ്ചം അത് സൂക്ഷ്മത്തിൽ എൻ്റെ വിശപ്പ് മാറ്റിത്തരും. എനിക്ക് ഫിസിക്കലി പൈസ എനിക്ക് ആവശ്യമില്ല, എൻ്റെ കാര്യം നടന്നാൽ മതി അല്ലേ? അതെ. ഞാൻ ഒന്നും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അത് വേണ്ടത് സൂക്ഷ്മത്തിലൂടെ എല്ലാം നടന്ന് എനിക്ക് കിട്ടും. പക്ഷെ സൂക്ഷ്മത്തിന് നമുക്ക് ആഹാരം കിട്ടിയെന്ന് കരുതി നമ്മുടെ ശരീരത്തിലെ ബോഡിയിൽ വേണ്ടുന്ന പ്രോട്ടീൻ നമുക്ക് കിട്ടില്ല. പിന്നെ അത് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെ കിട്ടുമോ, ഇങ്ങനെ നടക്കുമോ എന്നുള്ളത്. ഇതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങിച്ചെല്ലണം. ഭൂമിയിൽ കാലുകുത്തി സഞ്ചരിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. സാമാന്യ മനുഷ്യനായിട്ട് ഇപ്പം ഞാൻ മാജിക്ക് കാണിച്ചു എന്നിരിക്കട്ടെ, ഒരു സിദ്ധി കാണിക്കാൻ ഒരു വിഷമവുമില്ല. ഏതെല്ലാം തരത്തിലുള്ള സിദ്ധി ആളുകൾ കാണിക്കുന്നു ഇല്ലേ? ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ അതിൻ്റെ പിന്നാലെ എത്തും. ഈ സിദ്ധി കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നത്. സിദ്ധിക്ക് പ്രാധാന്യം ഞാനെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നിൽക്കും. ഞാൻ പോയി കഴിഞ്ഞാൽ തീർന്നു സ്പിരിച്വാലിറ്റി. പിന്നെ ശരിയല്ലേ? അതെ. സിദ്ധി മാറ്റിയിട്ട് വ്യക്തിക്ക് പ്രാധാന്യം ഇല്ലാണ്ടാക്കി സ്പിരിച്വാലിറ്റിക്ക് വാല്യൂ ഉണ്ടാവും. അപ്പം ഞാൻ സെൽഫ്ലെസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ സിദ്ധി കാണിക്കാത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത്, ഇവിടെ ഈ ആലപ്പുഴയ്ക്ക് പോണ സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിലൊരു പള്ളിയുണ്ട്. ഭയങ്കര തിരക്കാണ് അവിടെ ഇല്ലേ? അതിൻ്റെ പേര് ഞാൻ മറന്നു. അല്ലല്ല, എടപ്പള്ളി അല്ല, വേറൊരു പള്ളി. ആലപ്പുഴയ്ക്ക് പോണ വഴിക്ക് സ്ഥലത്താണ്. അവിടെ കൃപാനം, പത്രം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇല്ലാത്ത കഥകൾ ഈ ബന്ദിക്രോസുകാർ കണ്ടിട്ടില്ലേ? എന്തെല്ലാം സിദ്ധികൾ അവർ കാണിക്കുന്നത് എന്ന്. ആക്ച്വലി ഇത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല.
അവർ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടുകയാണെന്ന് തന്നെ നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ പിന്നാലെ ആളുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ആളുകൾ പൈസയും ചിലവാക്കുകയാണ്. ഇത് പാവങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാനൊരു ധർമ്മിഷ്ഠനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പാവങ്ങളെ പറ്റിച്ച് ജീവിച്ചാൽ പിന്നെ എനിക്ക് ധർമ്മമുണ്ടോ? ഇല്ല. ഒരാളെയും പറ്റിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് എൻ്റെ ടൈമായപ്പോൾ ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കുക ചെയ്തേ അല്ലേ? ഞാൻ എൻ്റെ ജോലിയിൽ 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുക. എനിക്ക് ആളുകൾ തരുന്ന ഭിക്ഷ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ അധ്വാനിച്ച് ജീവിക്കുകയാണ്. പറ്റിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത ഒന്നിനെ ജനങ്ങളോട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ കബളിപ്പിച്ച് അതിൽ നിന്ന് സ്വാർത്ഥമായിട്ട് സമ്പാദിക്കുന്ന പൈസയിൽ ഞാൻ ജീവിക്കുന്നതിനാണ് പറ്റിച്ച് ജീവിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ആളുകൾക്ക് അതാണ് വേണ്ടത്. വശ്യം, മാരണം, സ്തംഭനം, കൂടോത്രം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആളുകൾക്ക് വേണ്ടത്. എന്നാൽ ഇതിലൂടെ എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിലല്ലേ? ഇതിൽ നാശമേ സംഭവിക്കുള്ളൂ. ഇതറിയാവുന്ന ഞാൻ പിന്നെ അത് നിൽക്കുമോ? നമ്മൾ അധർമ്മത്തിലൂടെ എന്ത് സമ്പാദിച്ചാലും ഇതിനൊരു അധപ്പതനം ഉണ്ടാവും. ഇവർക്ക് ഈ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വശ്യം ചെയ്യണം, ഭർത്താവിനെ അല്ലെങ്കിൽ മറ്റൊരാളെ വശീകരിച്ചെടുക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ സാധാരണപ്പെട്ട പല ആളുകളുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശത്രു ഉണ്ട്, എൻ്റെ ശത്രു അവനാണ് അല്ലെങ്കിൽ ഇവളാണ്, അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടോത്രം ചെയ്യണം, അവരെ ഇല്ലാതാക്കണം. ഇങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും. ഇതും സ്പിരിച്വാലിറ്റിയിൽ തന്നെയുള്ളൊരു കാര്യമല്ലേ? സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച പോലെ ഉണ്ട്, സനാതന ധർമ്മത്തിൽ ഈ കോഴിയെ കൊന്നിട്ടുള്ള പൂജയില്ലേ, അതൊക്കെ ഒരു സമയത്ത് ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെ നിങ്ങൾ ഇതിനെ സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എങ്ങനെയാണ് ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കുന്നത്? ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾ സ്ഥാപിക്കും? അല്ലേ, ഗ്രന്ഥത്തിൽ എവിടെയാണ് ഉള്ളത്? അങ്ങനെ ഒരു ഗ്രന്ഥം ഇവിടെ ഇല്ല. അങ്ങനെ ഒരു ഗ്രന്ഥത്തിൽ ഇവിടെ പ്രതിപാദിച്ചിട്ടുമില്ല. വെറുതെ നുണക്കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണ്. നിങ്ങൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോയിട്ട് എഴുതിയിട്ട് ഇന്ന പേജിൽ ഇന്നതുപോലെ എന്ന് പറഞ്ഞ് ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടാക്കിയിട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ചുമ്മാ നുണക്കഥകൾ ആളുകൾ പറയണതാ. സനാതന ധർമ്മത്തിൽ ഒരു ജീവിയെ കൊല്ലാനും ആരും പറഞ്ഞിട്ടില്ല. ഞാനത് 100%. പക്ഷേ കേരളത്തിന്റെ ആദ്യമാർഗ ദൈവങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാളിയും ചാത്തനും ഒക്കെ തന്നെ അല്ലായിരുന്നോ? ഈ ആദ്യ കാലം എന്ന് പറഞ്ഞാൽ ഏത് കാലം അതാ? അപ്പൊ അതിനു മുമ്പ് ദൈവത്തെ പരിചയപ്പെടുത്തി തന്നത് ആരാ? നമുക്ക് ദൈവങ്ങളെ പരിചയപ്പെടുത്തി തന്നത് ആരാണ്? ഞാൻ ആർഗ്യുമെന്റിന് വേണ്ടി ചോദിക്കുകയാണ്. നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പറയാം. ഇന്ന് പല സെക്ഷനായിട്ടാണ് ദൈവങ്ങളെ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൂടെയുള്ള ദൈവങ്ങളെ, അതിനപ്പുറത്തേക്ക് നമ്മൾ വനങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളുടെ ആരാധനാ ശൈലികൾ, അങ്ങനെ പല തരത്തിലുണ്ട്. ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് പരശുരാമനാണ് ഇത്തരത്തിൽ പല വിധത്തിലുള്ള ഇതിനെ മാറ്റിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വെച്ച് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പം മാന്ത്രികമാണെങ്കിലും താന്ത്രികമാണെങ്കിലും സർപ്പം അല്ലെങ്കിൽ സർപ്പാരാധന, ഇത്തരത്തിലുള്ള ഓരോ ആരാധനാക്രമങ്ങളെയും ഓരോ കുടുംബങ്ങൾക്ക് വീതിച്ചു കൊടുത്തു എന്നാണ് പലപ്പോഴും പല ആളുകളും പറഞ്ഞു. പരശുരാമൻ ചെയ്തു. അതെ, പരശുരാമൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അനാചാരങ്ങൾക്ക് മുഴുവൻ എതിർപ്പായിരുന്നു പരശുരാമൻ. അല്ല, പരശുരാമനാണ് താന്ത്രികമാണെങ്കിലും മാന്ത്രികമാണെങ്കിലും സർപ്പാരാധനയാണെങ്കിലും ഇതിനെയെല്ലാം മറ്റൊരു രീതിയിലേക്ക് ഓരോ കുടുംബങ്ങൾക്കും എഴുതി കൊടുത്ത് ഇന്ന് ഒരുപാട് ഇല്ലങ്ങളുണ്ട്. പരശുരാമന്റെ ജന്മത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ അറിയണം. പരശുരാമൻ ഇത് പബ്ലിസിറ്റി കൊടുക്കലൊന്നും ആയിരുന്നില്ല ലക്ഷ്യം. ലക്ഷ്യം മറന്ന് ജീവിക്കുന്നവരല്ല നമ്മളുടെ ഒരു അവതാരങ്ങളും. പരശുരാമൻ എന്ന് പറയുന്ന ഒരു അവതാരമാണ്. പരശുരാമൻ ഭൂമിയിൽ ജനിച്ചതിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. രാമൻ വരുമ്പോഴേക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ട് പോയത് പരശുരാമനാണ്. സംശയമില്ലല്ലോ. രാവണൻ എന്ന് പറയുന്ന ജന്മത്തെ ഇല്ലാണ്ടാക്കാൻ പരശുരാമന് കുറേ കഷ്ടപ്പെടേണ്ടി വന്നു. അതിനുശേഷമാണ് ശ്രീരാമൻ വന്ന് രാവണനെ ഇവിടെ നിന്ന് ശരീരം ഉപേക്ഷിപ്പിക്കാൻ സഹായിച്ചത്. അപ്പോൾ ദൈവം തന്നെ 2 തരത്തിലുള്ള ജന്മങ്ങൾ എടുക്കേണ്ടി വന്നു രാവണനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. രാവണൻ എത്രമാത്രം ശക്തിവാനായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പുരാണത്തിലൂടെ അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടി വരും. ദൈവങ്ങളെയൊക്കെ പിടിച്ച് ബന്ദിയാക്കിയിട്ടുള്ള ആളാണ്. ത്രിലോകവും പിടിച്ച് കീഴടക്കിയിട്ടുണ്ട്. രാവണൻ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിരുന്നു. സ്പിരിച്വാലിറ്റിയിൽ അധർമ്മം വന്നു ചേർന്നാൽ എന്താണെന്നുള്ളത് നമ്മളെ കാണിച്ചു തരികയാണ്. അധപ്പതനമാണ്. എന്നാൽ ദൈവത്തിൻ്റെ അവതാരങ്ങളൊക്കെ എടുത്തോ, നമ്മളീ പറയുന്ന പരശുരാമനെ തന്നെ എടുത്തോ. പരശുരാമൻ ജനിച്ച കാലം മുതൽ ത്യാഗത്തിലൂടെയാണ് ജീവിച്ചു പോന്നിരുന്നത്. നമ്മളെ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പ്രപഞ്ചം നമുക്ക് നൽകിയിട്ട് പോകുന്നതിന് അതിനൊരു ലക്ഷ്യമുണ്ട്. പരശുരാമന്
ഒരവസരത്തിൽ അന്നപൂർണേശ്വരി ദൈവം 3 അരിയാണ് കൊടുക്കുന്നത്. അതായത് 3 നെന്മണികൾ കൊടുക്കുകയാണ് അനുഗ്രഹമായിട്ട്. ഇത് നിനക്ക് ഉപയോഗപ്പെടുമെന്ന് പറഞ്ഞു. ആ 3 നെന്മണി നമുക്ക് കിട്ടി, നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുമോ? അത് ഉപയോഗപ്പെട്ടത് ഗണപതി ഭഗവാൻ ഭോജനത്തിന് വേണ്ടി ശ്രാദ്ധമൂട്ടിന് വീട്ടിലെത്തിയപ്പോഴാണ്. എന്ത് കൊടുത്തിട്ടും ഗണപതിക്ക് വയറ് നിറയണില്ല. അപ്പോഴാണ് പരശുരാമൻ ഓർമ്മ വന്ന് അന്നപൂർണേശ്വരി തന്ന 3 അരി എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടല്ലോ. ആ 3 അരി ഭക്ഷിക്കാൻ കൊടുത്തതോടുകൂടി ഗണപതിയുടെ പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ ഗണപതി കോപിഷ്ഠനായി പോയനെ. അപ്പം നമുക്ക് ഓരോ സമയത്തും നമുക്ക് ഓരോന്ന് തരുന്നതിന് ഓരോ കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട്. പക്ഷേ ഹിസ്റ്റോറിയൻസിന്റെ ഒരു അഭിപ്രായ പ്രകാരം ആര്യന്മാരുടെ വരവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ആരാധനാക്രമങ്ങളൊക്കെ ഭാരതത്തിലേക്ക് വന്നത് എന്നാണ്. ഈ ആര്യനും ദ്രാവിഡനൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മൾ നമ്മുടെ പുരാണത്തിൽ എവിടെയെങ്കിലും ആര്യനും ദ്രാവിഡനും എഴുതി വെച്ചിട്ടുണ്ടോ? കഥകളിലുണ്ടല്ലോ. അല്ലെങ്കിൽ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ ഹിസ്റ്ററി വേറെയാണ്, പുരാണങ്ങൾ വേറെയാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ കുറേ സാധനങ്ങളാണ്.